ഓം ശാന്തി 2/1/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ബാബയുടെ പാർട്ട് ആക്യുറേറ്റ് ആണ്. ബാബ തൻ്റെ സമയത്ത് വരുന്നു. അല്പം പോലും വ്യത്യാസം ഉണ്ടാകുക സാധ്യമല്ല. ബാബയുടെ വരുന്നതിൻ്റെ ഓർമ്മചിഹ്നമാണ് ശിവരാത്രി. വളരെ ആർഭാടത്തോടെ ആഘോഷിക്കൂ. ആക്യുറേറ്റ് എന്ന വാക്കിനർത്ഥം കൃത്യം എന്നതാണ്. കൃത്യതയോടെ എല്ലാം സംഭവിക്കുന്നു. പ്രത്യേകിച്ചും ശിവബാബയുടെ പാർട്ട് വളരെ കൃത്യമായതാണ്. എപ്പോഴാണോ വരേണ്ടത് അപ്പോൾ തന്നെ ബാബ വരുന്നു. ഒരൽപ്പം പോലും താമസിക്കുകയോ അല്ലെങ്കിൽ നേരത്തെ വരികയോ ചെയ്യുന്നില്ല. സത്യത്രേതായുഗങ്ങളിലും എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ നടന്നിരുന്നു. ഒരായുസ്സിൽ എന്തെല്ലാമാണോ മനുഷ്യർ ചെയ്യേണ്ടിയിരുന്നത് അതെല്ലാം കൃത്യമായി തന്നെ സംഭവിച്ചിരുന്നു. അപ്പോൾ കൃത്യമായി വരുന്ന ബാബ കൃത്യമായി എല്ലാം നടക്കുന്ന ലോകമാണ് സ്ഥാപിക്കുന്നത്. ഇങ്ങനെ ബാബ കൃത്യമായി തൻ്റെ പാർട്ട് വന്ന് അഭിനയിക്കുന്നു എന്നതിൻ്റെ ഓർമ്മചിഹ്നമാണ് ശിവരാത്രി. ബാബ പറയുന്നു, ശിവരാത്രി വളരെ ആർഭാടപൂർവം ആഘോഷിക്കൂ. ചോദ്യം: ഏതു കുട്ടികളുടെ വികർമ്മം പൂർണ്ണമായും വിനാശമാകുന്നില്ല? ആരുടെ യോഗമാണോ ശരിയല്ലാത്തത്, ബാബയുടെ ഓർമ്മ ഇല്ലാതിരിക്കുന്നത്, അങ്ങനെയുള്ളവരുടെ വികർമ്മം വിനാശമാകുന്നില്ല. യോഗയുക്തമാകാത്തത് കാരണം സദ്ഗതി ഉണ്ടാകുന്നില്ല. പാപം ബാക്കിയുണ്ടാകുന്നു. പിന്നെ പദവിയും കുറയുന്നു. യോഗം ഇല്ല എങ്കിൽ നാമരൂപത്തിൽ പെട്ടിരിക്കുന്നു. അവരുടെ തന്നെ കാര്യങ്ങൾ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവർക്ക് ദേഹി അഭിമാനിയായിരിക്കുവാൻ സാധിക്കില്ല. വികർമ്മം വിനാശമാകുന്നത് യോഗത്തിലൂടെയാണ്. എന്നാൽ ആരുടെ യോഗമാണോ ശരിയല്ലാത്തത്, ബാബയുടെ ഓർമ്മ നിലനിൽക്കാത്തത്, അവരുടെ വികർമ്മമാണ് വിനാശമാകാത്തത്. യോഗയുക്തമായിരിക്കുമ്പോൾ സദ്ഗതി ലഭിക്കുന്നു. എന്നാൽ യോഗയുക്തരല്ല എങ്കിൽ സദ്ഗതിയും ലഭിക്കുന്നില്ല. പാപം ബാക്കി വരുന്നു. ഇങ്ങനെ പാപം ബാക്കി വരുമ്പോഴാണ് പദവി കുറഞ്ഞു പോകുന്നത്. അതായത് സത്യയുഗത്തിലേക്ക് പോകുന്നതിന്, സദ്ഗതിയിലേക്ക് പോകുന്നതിന് പാപം മുഴുവനും ഭസ്മമാകണം. ബാക്കിയുണ്ട് എങ്കിൽ അവിടെ പദവി കുറഞ്ഞ് ഒന്നുകിൽ പ്രജയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ചന്ദ്രവംശത്തിലേക്ക് വരുന്നു. യോഗം ശരിയായിട്ടല്ല എങ്കിൽ ആരുടെയെങ്കിലും നാമരൂപത്തിൽ പെട്ടുപോകുന്നു. അത് മുതിർന്നവരുടെ പേരരൂപമാകാം, കുട്ടികളുടെയും പേരരൂപമാകാം. ആരുടെയായാലും നാമരൂപത്തിൽ പെട്ടുപോകുന്നു. അർത്ഥം അവരെ തന്നെ ആയിരിക്കും പിന്നെ ഓർമ്മ വരിക. അങ്ങനെയുള്ളപ്പോൾ ആത്മാഭിമാനിയാകുക സാധ്യമല്ല. സ്വന്തം ശരീരം അല്ലെങ്കിൽ പേരാകട്ടെ, മറ്റുള്ളവരുടെ ശരീരമോ പേരോ ആകട്ടെ, തുടർച്ചയായി മനസ്സിൽ വരികയാണ് എങ്കിൽ അതൊരിക്കലും നമ്മെ ആത്മാഭിമാനിയാകാൻ സമ്മതിക്കില്ല. ആര് ആത്മാഭിമാനി അല്ലയോ അവരുടെ യോഗം ഒരിക്കലും ബാബയുമായി നിലനിൽക്കില്ല. അത് തുടർച്ചയായി പൊട്ടിപ്പൊട്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പാപം നശിക്കുന്നില്ല, ഉയർന്ന പദവിയും ലഭിക്കുന്നില്ല. ഗീതം: ആരാണിന്നെൻ്റെ മനസ്സിൻ്റെ വാതിൽക്കൽ വന്നിരിക്കുന്നത്? ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ശിവജയന്തിക്ക് അവിനാശി ജ്ഞാനരത്നങ്ങളുടെ കട തുറന്ന് സേവനം ചെയ്യണം. ഓരോ വീട്ടിലും വെളിച്ചം വിതറി എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകണം. 2. സത്യമായ ബാബയോട് സത്യമായിരിക്കണം. വികർമ്മം ചെയ്തിട്ട് ഒരിക്കലും ഒളിച്ചു വെക്കരുത്. വളരെ യോഗയുക്തരാകണം. ഒരു പാപവും ബാക്കിയുണ്ടാകരുത്.
ആരുടെയും പേരിലോ രൂപത്തിലോ പെട്ടുപോകരുത്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ശിവരാത്രിയിൽ നന്നായി സേവനം ചെയ്യണം. ഓരോ വീട്ടിലും ബാബയുടെ പരിചയം എത്തിക്കണം. ഇതിലൂടെ ഓരോരുത്തരുടെ വീട്ടിലും വെളിച്ചം വരികയാണ്. ഇത് ആത്മീയ വെളിച്ചമാണ്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഒരിക്കലും ബാബയിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കരുത്. ബാബ തീർച്ചയായും എല്ലാം അറിയുന്നവനാണ്. എന്നിരുന്നാലും നാം ചെന്ന് ബാബയോട് എല്ലാം ഏറ്റുപറയണം. അതിനെയാണ് സത്യസന്ധത എന്ന് പറയുന്നത്. നാം തീർച്ചയായും സത്യമായ ബാബയോട് സത്യമായിരിക്കണം. നമ്മളിൽ ഒരു പാപവും ബാക്കിയുണ്ടാകരുത്. അതിനാൽ അത്രയും യോഗയുക്തമാകണം. ഒരിക്കലും ആരുടെയും നാമത്തിലോ രൂപത്തിലോ പെട്ടുപോകരുത്. ഇതിനെ തന്നെയാണ് യോഗയുക്ത അവസ്ഥ എന്ന് പറയുന്നത്. വരദാനം: എൻ്റെ എന്ന ബോധം മാറ്റുന്ന ബ്രഹ്മ ബാബയ്ക്ക് സമാനം ശ്രേഷ്ഠ ത്യാഗിയായി ഭവിക്കട്ടെ. സംബന്ധത്തിൻ്റെ ത്യാഗം, വൈഭവങ്ങളുടെ ത്യാഗം വലിയ കാര്യമല്ല. എന്നാൽ ഓരോ കാര്യത്തിലും സങ്കല്പത്തിലും മറ്റുള്ളവരെ മുന്നിൽ വയ്ക്കണം എന്ന ഭാവന വയ്ക്കുക. അതായത് താൻ എന്ന ഭാവം മാറ്റിയെടുക്കുക. ആദ്യം താങ്കൾ എന്നത് ചെയ്യുക. ഇതിനെയാണ് ശ്രേഷ്ഠ ത്യാഗമെന്ന് പറയുന്നത്. ഇതിനെയാണ് പറയുന്നത് സ്വയം താൻ എന്ന ഭാവം മാറ്റിയെടുക്കുക എന്ന്. ഏതുപോലെ ബ്രഹ്മബാബ സദാ കുട്ടികളെ മുന്നിൽ വെച്ചു. ഞാൻ മുന്നേറണം. ഇതിൽ നിന്നും സദാ ത്യാഗിയായിരുന്നു. ഈ ത്യാഗം കാരണം ഏറ്റവും മുന്നിൽ, അതായത് നമ്പർ 1 എത്തുന്നതിനുള്ള ഫലം പ്രാപ്തമാക്കി. അപ്പോൾ ഫോളോ ഫാദർ. ബ്രഹ്മബാബ എല്ലായ്പ്പോഴും കുട്ടികളെയാണ് മുന്നിൽ നിർത്തിയത്. കുട്ടികൾ നന്നായി മുന്നോട്ടുയരണം എന്നതായിരുന്നു ബാബ ചിന്തിച്ചിരുന്നത്. ഞാൻ മുന്നോട്ടു പോകണം എന്ന കാര്യത്തിൽ നിന്ന് സദാ ത്യാഗിയായിരുന്നു. എപ്പോഴാണോ ഇങ്ങനെ ഞാൻ എന്ന ഭാവം മാറ്റിയെടുക്കുന്നത്, താങ്കൾ ആദ്യം എന്നത് കൊണ്ടുവരുന്നത്, അപ്പോഴാണ് നാം ശ്രേഷ്ഠ ത്യാഗി ആകുന്നത്. ബന്ധങ്ങൾ ത്യജിക്കുക, വൈഭവങ്ങൾ ത്യജിക്കുക, ഇത് വലിയ കാര്യമല്ല. എന്നാൽ മറ്റുള്ളവരെ മുന്നിൽ നിർത്തുന്നതിലൂടെ, മറ്റുള്ളവർ മുന്നേറുന്നതിലൂടെ നാം സ്വയവും മുന്നേറുകയാണ്. ഈ ത്യാഗത്തിലൂടെ ബ്രഹ്മബാബ 1 നമ്പറായി. ഇതുപോലെ ബാബ പറയുന്നു, ഫോളോ ഫാദർ. സ്ലോഗൻ: പെട്ടെന്ന് ആരുടെയെങ്കിലും കുറ്റം കണ്ടുപിടിക്കുക, ഇതും ദുഃഖം കൊടുക്കുക ആണ്. ചില സമയം നമ്മുടെ ദൃഷ്ടിയിൽ മറ്റുള്ളവരുടെ കുറ്റമാണ് ഏറ്റവും ആദ്യം വരുന്നത്. അങ്ങനെയെങ്കിൽ ബാബ പറയുകയാണ്, അതും ദുഃഖം കൊടുക്കലാണ്. ബാബ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ദുഃഖം കൊടുക്കുക എന്നതും ദുഃഖം എടുക്കുക എന്നതും. അതിനാൽ എങ്ങനെയുള്ള വ്യക്തിയായാലും എങ്ങനെയുള്ള കാര്യമായാലും അതിൽ നാം കുറ്റം കണ്ടുപിടിക്കുന്നതിൽ മിടുക്കരാകണ്ട. അതിൻ്റെ നന്മ എന്താണെന്ന് കണ്ട് അതിന് ശേഷമായിരിക്കണം എന്ത് കുറവുണ്ട് അത് മാറ്റിയെടുക്കുന്നതിന് മുഴുവൻ ശുഭഭാവനയോടുകൂടിയും അവതരിപ്പിക്കാം. അല്ലാതെ കാണുമ്പോൾ തന്നെ തെറ്റാണ് കണ്ടെത്തിയത് എങ്കിൽ ഇത് ദുഃഖം കൊടുക്കുന്നതിന് സമാനമാണ്. ഓം ശാന്തി.